അപ്പൊ ഇതാണ് സിയ ഗോയൽ. പൂനെയിലത്തെ കെറ്റൻ അഗർവാൾ കൊലപാതകത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത രണ്ടുപേരിൽ ഒരാൾ. ഇവളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ചെതൻ ചൗധരിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, പൂനെയിലത്തെ ഒരു പ്രമുഖ വ്യവസായിയുടെ മോനാണ് ഈ കെറ്റൻ അഗർവാൾ. 26 വയസ്സ്. അവനും ഈ സിയ ഗോയലായിട്ട് കല്യാണം ഉറപ്പിച്ചു. ഇവര് ഒരു 1-2 മാസം കഴിയുമ്പോൾ കല്യാണം ഉണ്ടാവും. അപ്പൊ അതിന് മുന്നോടിയായിട്ട് വലിയ 17 കോടിയുടെ വീട് ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ ബുക്ക് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ ലക്ഷറി കല്യാണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ ഈ സിയ ഗോയലിന്റെ ഒരു ബർത്ത്ഡേ ദിവസം അവളും ഈ കെറ്റൻ അഗർവാളും കൂടിയും ഒരു ട്രക്കിങ്ങിന് പോയി പൂനെയിലെ ഒരു ഫോർട്ടില്. അവിടെ വെച്ച് ഈ കെറ്റൻ അഗർവാൾ ക്ലിഫിന്റെ സൈഡിൽ വെച്ച് ഫോട്ടോ എടുക്കുന്ന സമയത്ത് തെന്നി കൊക്കെ വീണു മരിച്ചു എന്നാണ് ന്യൂസ് വന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇവന്റെ ഈ മരണത്തിന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോ ഈ കെറ്റൻ അഗർവാളിന്റെ വീട്ടുകാർക്കും ഒപ്പം തന്നെ പോലീസിനും ഈ സിയ ഗോയലിന്റെ പെരുമാറ്റത്തിൽ പല സസ്പിഷ്യസ്, അതായത് പൊരുത്തക്കേടുകളും ഒരു സംശയമൊക്കെ തോന്നി. പിന്നെ അവളുടെ കുറെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറികൾ, ഇത്തിരി ഓവറായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം സ്റ്റോറികൾ. അപ്പോൾ അത് കണ്ടപ്പോൾ പോലീസുകാർ ഒരു ഫർദർ അന്വേഷണം നടത്തി. അപ്പൊ അതില് സംഭവം മനസ്സിലായി, വേറെ ഒന്നല്ല, ഈ സിയ ഗോയൽ അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ചെതൻ ചൗധരിയുടെ ഒപ്പം ജീവിക്കാനായിട്ട് ഇവനെ ഒഴിവാക്കിയതാണ്, ഈ കെറ്റൻ അഗർവാളിനെ കൊലപ്പെടുത്തിയിട്ട്. അപ്പൊ അത് പോലീസിന് മനസ്സിലാവാൻ പല കാരണങ്ങളുണ്ട്. ഇപ്പൊ ഈ കൊലപാതകത്തിന് മുമ്പായിട്ട് ഈ സിയ ഗോയൽ ചെതൻ ചൗധരിനെ 2000 പ്രാവശ്യം കോൾ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ മെയിൻ എവിഡൻസ് അതൊന്നല്ല, ഈ സിയ ഗോയലും കെറ്റൻ അഗർവാളും ട്രക്കിങ്ങിന് പോണ സമയത്ത് ഇവരുടെ ബാക്കിൽ കൂടെ ഇവരെ ഫോളോ ചെയ്തിട്ട് ഒരു ഹുഡ് ധരിച്ച ഒരാള്, അത് CCTVയിൽ വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ പോലീസിന് സംശയം വരാൻ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടുച്ച വെയിലത്ത് ഇത്രയ്ക്കും ടെമ്പറേച്ചറുള്ള സമയത്ത് ഒരാളും ഹുഡ് ഇട്ട് പോവില്ല, അത് ഇത്ര കവർ ചെയ്തിട്ട്. അതന്നെ ഒരു ആനമണ്ടത്തരം ഈ ചെതൻ ചൗധരിയുടെ. അങ്ങനെ പോലീസിന് മനസ്സിലായി. ഇപ്പൊ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ. അപ്പൊ അതിൽ അവള് പോലീസിനോട് പറഞ്ഞ ഒരു റീസൺ, അതായത് മോട്ടീവ്, ഈ കൊലപ്പെടുത്താനുള്ള മോട്ടീവ് ഒരെണ്ണം പറയണത്, ഇപ്പോ കെറ്റൻ അഗർവാളായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചിരിക്കണ ഈ സിയ ഗോയൽ, ഈ പെൺകുട്ടി ചെതൻ ചൗധരിയായിട്ട് ഒളിച്ചോടി കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന ചീത്തപ്പേര് ഒഴിവാക്കാനാണ് അവള് ഇവനെ കൊലപ്പെടുത്തിയെന്ന് പറയണത്. അതായത് കാമുകന്റെ ഒപ്പം ഒളിച്ചോടി കഴിഞ്ഞാൽ ചീത്തപ്പേരുണ്ടാവും. അപ്പൊ അതിന് പകരം കെട്ടാൻ പോണ ആളെ കൊന്നു കളഞ്ഞു. അപ്പൊ അതിൽ തന്നെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഒരു സാമാന്യ കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് അതിൽ ഒരു സംശയം തോന്നും. അപ്പൊ അതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പോസിബിലിറ്റീസ് ആണ്. ഒന്നെങ്കിൽ പറഞ്ഞ പോലെ സിയ ഗോയലും ചെതൻ ചൗധരിയും, അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ചെതൻ ചൗധരിയും മണ്ടന്മാരായിരിക്കും. കാരണം ഇവരുടെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് വല്ല ഗൂഗിളിൽ നിന്നാ അല്ലെങ്കിൽ വല്ല സീരീസ് കണ്ടിട്ട് വന്ന ഇന്റലിജൻസ് ആയിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിൽ എന്തെങ്കിലും ചുരുളുകൾ അഴിയാനുണ്ടാവും, എന്തെങ്കിലും കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പിൻ കളികൾ ഉണ്ടാവും. കാരണം ഇപ്പോ പൈസയ്ക്ക് വേണ്ടിയാണ് കൊല്ലപ്പെടുത്തിയെന്ന് പറഞ്ഞ പിന്നെ ഒരു മോട്ടീവ് ഓക്കെയാണ്. അപ്പൊ ഇതിൽ പറയാതിരിക്കാൻ പറ്റില്ല, ഈ കൊല്ലപ്പെട്ട കെറ്റൻ അഗർവാൾ ഒരു മൊണ്ണയാണ്, അത്യാവശ്യം റിച്ച് ആണ്, ഒരു വ്യവസായയുടെ മോനൊക്കെ ആണെങ്കിലും അവനെ പറ്റി ഇപ്പൊ ന്യൂസിൽ കാണുമ്പോഴും അല്ലെങ്കിൽ വീഡിയോസിൽ കാണുമ്പോഴൊക്കെ ഒരു മൊണ്ണയാണ്. അതായത് ഈ ഒരു ഇളിച്ച് കാണിച്ച് അല്ലെങ്കിൽ ഒരു കാര്യഗൗരവം അത്രയ്ക്കും ഇല്ലാത്തൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ സിയ ഗോയലിന്റെ ഈ കാമുകനെ പറ്റിയൊക്കെ വേഗം അറിയാൻ പറ്റും. കാരണം ഇപ്പൊ കല്യാണം കഴിക്കാൻ പോണ സ്ത്രീയാവുമ്പോൾ അവരെ പറ്റി എല്ലാം മനസ്സിലാക്കാനുള്ളൊരു അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു കഴിവുണ്ടാവണം പുരുഷനാവുമ്പോൾ. അത് വേറൊരു സൈഡ്. അപ്പൊ അതിൽ ഇത്ര ഉള്ളൂ, അതായത് 2 പോസിബിലിറ്റീസ് ആണ്. ഒന്നെങ്കിൽ പറഞ്ഞ പോലെ ഈ ചെതൻ ചൗധരിയും സിയ ഗോയലും മണ്ടന്മാരായിരിക്കും, അല്ലെങ്കിൽ അവർ ഇന്റലിജൻസ് ഈ പറഞ്ഞ പോലെ AI എന്നൊക്കെ വന്ന് കിട്ടിയതായിരിക്കും. അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കളികളുണ്ടാവും, വേറെ എന്തെങ്കിലും ആൾക്കാർ ഇൻവോൾവ്മെന്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ വലിയ വ്യവസായി അല്ലെങ്കിൽ ക്യാഷുള്ള റിയൽ എസ്റ്റേറ്റ് ആണെന്ന് ഇവരെ ഫീൽഡ്. അപ്പൊ അങ്ങനെ ആരെങ്കിലും പണി കൊടുത്താണോ എന്നൊന്നും അറിയില്ല. അപ്പൊ അതൊക്കെ ഇനി വരുന്ന ദിവസം അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ, തോട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക.